നമ്മളെല്ലാം ഈ അടുത്ത കാലത്ത് നമ്മുടെ വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാവരും സഭയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും ഒരുപാട് ദുഃഖിതരാണ്. പല കാരണങ്ങൾ കൊണ്ട്. 5 ലക്ഷത്തിലധികം വൈദികരുണ്ട്. പക്ഷെ അതിലൊന്നോ രണ്ടോ എത്രയോ കുറച്ച് കയ്യേലെണ്ണാവുന്ന വൈദികർ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങൾ കൊണ്ട് ഒരുപാട് നമ്മളെല്ലാം ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് ഞായറാഴ്ചയിലും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു, ഇപ്പൊ അതും കൂടെ ഇതോടുകൂടി നിന്നിട്ടുണ്ട്. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മക്കളോട് എന്നാ പറഞ്ഞാ ഇനി പള്ളിയിൽ പോകാൻ പറയുന്നേ. നമ്മളിങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ആരും വിശ്വസിച്ചിരിക്കുന്നത് ഒരു വൈദികനെ അല്ല. ഞാൻ ഈ 10ാം ക്ലാസ് ജയിച്ച് സെമിനാരിയിൽ ചേർന്നത് ഒരു വൈദികനിൽ വിശ്വാസം അർപ്പിച്ചിട്ടല്ല. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്റെ ഈശോയിലാണ്. ആ ഈശോയ്ക്ക് ഒരു കുറവുമില്ല, ആ ഈശോയിൽ ഒരു തെറ്റുമില്ല. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്റെ ദൈവത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോണ്ടല്ലോ, ഇത് പലരും മറന്നു പോവാ. വൈദികരിൽ വിശ്വാസം അർപ്പിച്ചവരൊക്കെ താളം തെറ്റിപ്പോയി. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആരും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ദൈവത്തെ മറക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിഷയം പ്രാർത്ഥിച്ചു. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എന്റെ ഭർത്താവ് ഞായറാഴ്ച നിർബന്ധം കൊണ്ട് പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വാർത്തകളും ഈ വിഷയങ്ങളൊക്കെ വന്നേ പിന്നെ ഞായറാഴ്ച കൂടി പള്ളിയിൽ പോകത്തില്ല. ഞാനും നിർബന്ധിക്കാറില്ല. അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് കുറെ കാര്യം പറയാനുണ്ടാവും. അപ്പൊ ആകെ ഒരു സങ്കടത്തിലാണ്. അങ്ങനെ ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നല്ല വചനം സഭയോട്, നിങ്ങളോട്, എന്നോട് ദൈവം പറഞ്ഞു. ആ വചനമാണ് റോമാലേഖനം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. മറക്കരുത്, ഇത് നമ്മളോട് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കാണ്. റോമാലേഖനം 12:21. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. നമ്മളെ എല്ലാവരും എറിയാൻ തുടങ്ങുന്നുണ്ട്, എറിയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. നമ്മളും ചേർന്ന് കുറ്റം പറഞ്ഞാ നമ്മളിപ്പോ പിടിച്ചു നിൽക്കുന്നത്. ഒരാൾ കുറ്റം പറയാൻ വരുമ്പോൾ നമ്മൾ ആ ശരിയാന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല പിടിച്ചു നിൽക്കേണ്ടത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, തിന്മയാണത്, പക്ഷെ നന്മ കൊണ്ട് അതിനെ കീഴടക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് പറ്റും, അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇനി ശ്രദ്ധിച്ച്, നമ്മളൊരു വാർത്ത കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ വിശ്വാസം പോയി എന്ന് പറയരുത്. നമ്മുടെ മക്കൾ അത് കേട്ടിട്ട് ദൈവത്തെ അവർ മറന്നു കളയും. നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ കുറ്റവും വിധിയും നടത്തുമ്പോൾ ദൈവവചനം പഠിപ്പിച്ചൊരു വാക്യം കേട്ട് 12-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, പ്രതികാരം ദൈവത്തിന് വിട്ടേക്ക്, ദൈവം പ്രതികാരം ചെയ്തോളും. റോമ 12:19. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിലിരുന്ന്, നമ്മൾ നാട്ടിലിരുന്ന്, നമ്മൾ ഒറ്റയാൾ ഭരണം നടത്തി, എന്തെങ്കിലും സമരം നടത്തി നമ്മൾ പ്രതികാരം ചെയ്യാൻ നോക്കണ്ട. ദൈവവചനം പഠിപ്പിക്കുന്ന നോക്കിയ, പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ ചെയ്യാതെ പ്രതികാരം ദൈവത്തിന്റെ ക്രോധത്തിലേക്ക് വിട്ടേക്ക്. അത് ദൈവത്തിന് വിട്. ദൈവമേ, നീ ശരിയായി വിധിക്ക്. ശരിയേത്, തെറ്റേത്, തെറ്റിന് ദൈവമേ നീ തന്നെ അതിന് വിധിക്ക്. നമ്മൾ വിധിക്കരുത്. വിധിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്ന കണ്ണു തുറന്ന കുഞ്ഞുങ്ങളുടെ അടക്കം ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ ആ തെളിച്ചം കെട്ടുപോകും. അവർ ദൈവത്തെ മറക്കും. നമ്മൾ അറിയാതെ നമ്മളിൽ തിന്മയാ നമ്മളിലൂടെ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്ക് മറക്കരുത്, ഞാനും നിങ്ങളും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയിലല്ല. എനിക്ക് വേണ്ടി ഒരേ ഒരാളെ ഈ ലോകത്തിൽ കുരിശിൽ മരിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഒരേ ഒരാളെ അടിയേറ്റിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഒരാളെ കുരിശ് ചുമന്നുകൊണ്ട് പോയുള്ളൂ. ഒരാളെ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുള്ളൂ. ആ ദൈവത്തിലാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസം. ആ വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം.
നിനവെ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ബൈബിളിലുണ്ട്, പഴയ നിയമത്തിൽ യോനാ പ്രവാചകന്റെ കാലത്ത്. ഇന്നു മാത്രമല്ല പ്രശ്നമുള്ളത്, ബൈബിളിന്റെ ആരംഭം തൊട്ട് പല പ്രശ്നങ്ങളും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാണ് നിനവയിലെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞത് വാളെടുക്ക്, യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്. നിനവയിലെ ജനങ്ങളോട് യോനാ പ്രവാചകനിലൂടെ പറഞ്ഞു, ഇവിടെ രാജാവും വലിയ വലിയ ആളുകളും മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ചാക്കെടുത്ത് ചാരം പൂശി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാൻ യോനാ പ്രവാചകനെ ദൈവം പറഞ്ഞു വിട്ടില്ലേ? വേറെന്തൊക്കെ രീതിയിൽ നിനവയിലെ ജനങ്ങളോട് പറയായിരുന്നു ദൈവത്തിന്? ദൈവം പറഞ്ഞ വാക്ക് റോമ 12:21 തിന്മയെ, അവിടെ ഒരു തിന്മയുണ്ടെങ്കിൽ നന്മ കൊണ്ട് കീഴടക്കണം. എന്താ നന്മ? അത് യോനാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ അവിടുത്തെ ജനങ്ങളോട് പോയി പറയുക, അവരോട് ഉപവാസം പ്രഖ്യാപിക്കാൻ പറയുക, ചാക്കെടുത്ത് ചാരം പൂശി ഉപവാസം എടുത്ത് ഈ ദേശത്തെ വിശുദ്ധീകരിക്കാൻ പറയുക. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു വാക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ, അങ്ങനെ സഭയിലെ വൈദികർ ചെയ്താൽ, സഭയിലെ ആളുകൾ ചെയ്താൽ നമ്മുടെ ഈ ദേശം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ഉറപ്പാണത്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ അടച്ച് പിശാചിന്റെ ആയുധങ്ങളെ തകർക്കാൻ ദൈവത്തിന്റെ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. പിശാചിന്റെ ആയുധങ്ങൾ കൊണ്ട് നമ്മളെ പിശാച് വെട്ടിയാൽ ദൈവത്തിന്റെ ആയുധങ്ങൾ വേണം അതിനെ തോൽപ്പിക്കാൻ. നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ ആയുധങ്ങളില്ല, നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ ആയുധങ്ങളില്ല, നമ്മുടെ കയ്യിൽ വിശ്വാസത്തിന്റെ ആയുധങ്ങളില്ല. നമുക്കൊരു പുറത്തെ ഒരു പ്രാർത്ഥനയും പുറം കൊണ്ടുള്ളൊരു വിശ്വാസമേ ഉള്ളൂ. ചേമ്പിന്റെ ഇലയുടെ മുകളിൽ ഒരു വെള്ളം തുള്ളി വീണതുപോലെ അത് ഉരുണ്ട് കളിക്കും, അത് ഉരുണ്ടോണ്ടിരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാലുണ്ടല്ലോ അന്നേരം ഉരുണ്ടു പോകും. നമ്മുടെ വിശ്വാസമൊക്കെ അങ്ങനെയാ. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നമ്മൾ അങ്ങോട്ട് ഉരുളും, നമ്മൾ ഇങ്ങോട്ട് ഉരുളും. ചേമ്പിലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണതുപോലെ ഉരുണ്ട് കളിക്കേണ്ട സമയമല്ല ഇത്. ഉരുണ്ട് കളി നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച് നന്മയിലൂടെ തിന്മയെ തോൽപ്പിച്ചാൽ ദേശം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം സഭകളോട്, നമ്മളോട്, കുടുംബത്തോട്, വിശ്വാസികളോട് ദൈവത്തിന്റെ വചനമാണ്. തിന്മയെ നന്മ കൊണ്ട്, തിന്മയെ കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവരുടെ ഒപ്പം ഇരുന്ന് അതിനെ വിധി പറഞ്ഞിട്ടോ ഒപ്പൊന്നുമല്ല നമ്മൾ അതിനെ തോൽപ്പിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.